നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഞാൻ ആതിര രവീന്ദ്രൻ. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിക്സ് പാക്സ് ഫിറ്റ്നസ് സെന്റർ, എസ്റ്റിലോ ബാത്ത് ഫിറ്റിംഗ്സ്, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് കൊച്ചിൻ കലാഭവൻ, അങ്കമാലി ഫ്രാഞ്ചൈസ്. പെല്ലറ്റ് ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു. പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധി. പ്രതിഷേധവുമായി പ്രിയങ്ക ഗാന്ധിയും. ജന്തർ മന്ദറിലെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടമായി. വിദ്യാർത്ഥിക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തി രാഹുൽ ഗാന്ധി. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഗാന്ധി എത്തിയത്. DCPയുമായി കൂടിക്കാഴ്ച നടത്തി. പെല്ലറ്റ് ഗൺ പ്രയോഗിച്ച പോലീസിനെതിരെ പരാതി കൊടുക്കുവാനായിരുന്നു നീക്കം. എന്നാൽ കേസെടുക്കുവാൻ പോലീസ് തയ്യാറാകാതിരുന്നതോടെ സ്റ്റേഷന് മുൻപിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രതിഷേധം ആരംഭിച്ചു. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരനെ വധിക്കുവാൻ ശ്രമിച്ചെന്ന കേസ്. ഗീതാനന്ദന് ഉൾപ്പെടെ ആശ്വാസം. ശിക്ഷാവിധി മരവിപ്പിച്ചു. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ ശ്രമിച്ചെന്ന കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ ശിക്ഷാവിധി മരവിപ്പിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. CPIM എന്നോ കോൺഗ്രസ് എന്നോ നോക്കാതെ നടപടി. സഹകരണ സംഘങ്ങളിലെ അഴിമതിയിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി M. ലിജു. സഹകരണ സംഘങ്ങളിലെ അഴിമതികളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി M. ലിജു. CPIM എന്നോ കോൺഗ്രസ് എന്നോ നോക്കാതെ നടപടി സ്വീകരിക്കും. സഹകരണ മേഖല സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലാണ്. കേരള ബാങ്കിൽ പുതിയ അംഗത്വം നൽകുന്നതിനെക്കുറിച്ച് പരിശോധനയുണ്ടാകും. പെൻഷൻ വിതരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. കക്ഷി രാഷ്ട്രീയ പരിഗണനയിൽ സംഘങ്ങളെ നിശ്ചയിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. Premium and fastest moving products in Kerala. Estilo, a complete solution for your bath and kitchen fittings. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡിലെ സെല്ലുകളിൽ നിന്നും ഉയരുന്ന കരച്ചിൽ ഇപ്പോഴും കാതിലുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡുകളിലെ സെല്ലുകളിൽ നിന്നും ഉയരുന്ന കരച്ചിൽ ഇപ്പോഴും കാതുകളിൽ അലയടിക്കുകയാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഫണ്ടില്ല എന്ന പേര് പറഞ്ഞ് സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. PM ശ്രീ വന്ദേ മാതരം. VD സതീശൻ സർക്കാർ തീവ്ര മതസംഘടനകൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നു. K. സുരേന്ദ്രൻ. VD സതീശൻ സർക്കാർ തീവ്ര മത സംഘടനകൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നുവെന്ന് BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സമ്മർദ്ദങ്ങൾക്ക് കോൺഗ്രസ് വഴങ്ങുന്നു. ഭരണകാര്യങ്ങളിലും ആശയപരമായും ഈ നിലപാട് ആണ് സ്വീകരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുവാൻ KCB ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം 50 സബ്സ്റ്റേഷനുകളിൽ സ്ഥാപിക്കുവാൻ പ്രപ്പോസൽ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനുള്ള ഇടപെടലുമായി വൈദ്യുതി വകുപ്പും KCBയും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം 50 സബ്സ്റ്റേഷനുകളിൽ സ്ഥാപിക്കുവാനുള്ള പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചു. 1500 കോടി രൂപയുടെ പ്രപ്പോസലാണ് നൽകിയത്. VGF വഴി കേന്ദ്രത്തിൽ നിന്നും സാമ്പത്തിക സഹായം വാങ്ങുവാനുള്ള ഇടപെടലും നടത്തുന്നുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.